السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിൽ 252 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി 252 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع ويقول الذين كفروا لولا أنزل عليه آية من ربه قل إن الله يضل من يشاء ويهدي إليه من أناب الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 19 മുതൽ 28 വരെയുള്ള 10 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 13-ാം ജുസിൽ 252 പേജ്. ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്, നേർമാർഗം സ്വീകരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചവർക്ക്, അതായത് സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് ഏറ്റവും മികച്ച പ്രതിഫലമായ ശാശ്വതമായ സ്വർഗം ലഭിക്കുമെന്നും അത് സ്വീകരിക്കാത്ത ആളുകൾക്ക് വളരെ മോശപ്പെട്ട നരകമായിരിക്കും പ്രതിഫലമായി ലഭിക്കുക എന്നുമാണ്. അത്തരം ആളുകളുടേത് വലിയ പരാജയമാണ്. ആ പരാജയം അളന്നു തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല. പരലോകത്ത് ചെല്ലുമ്പോഴാണ് അവർക്ക് ആ പരാജയത്തിൻ്റെ ആഴം ബോധ്യപ്പെടുക. ഈ ഭൂമിയിലുള്ള സർവ്വസമ്പാദ്യങ്ങളും അത്ര തന്നെ സമ്പത്ത് വേറെയും കൈവശമുണ്ടെങ്കിലും അത് മുഴുവനും മോചന ദ്രവ്യമായി കൊടുത്ത് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സത്യനിഷേധിയും സത്യവിശ്വാസിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ച വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയാണ് സത്യവിശ്വാസി ചെയ്യുന്നത്. കാരണം അത് അവൻ്റെ മോക്ഷത്തിനും വിജയത്തിനും നിദാനമായ സത്യമാണ് എന്നവൻ മനസ്സിലാക്കുന്നു.
അങ്ങനെ ആ ഖുർആൻ അനുസരിച്ച് അവൻ മാതൃക വ്യക്തിത്വമുള്ള ആളായിത്തീരുന്നു, പാരത്രിക ബോധമുള്ളവനായി ജീവിക്കുന്നു. അങ്ങനെ അവൻ ശാശ്വത വിജയത്തിന് അർഹനാകുന്നു. അവിശ്വാസം അങ്ങനെയല്ല. അവന് സത്യം എത്ര ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അനുസരിക്കാൻ തയ്യാറല്ല. ഗുരുതരമായ പ്രത്യാഘാതങ്ങളും വേദനാജനകമായ ശിക്ഷയും വരാനുണ്ടെന്ന് തെളിവ് സഹിതം മനസ്സിലാക്കി കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ ദുർമാർഗത്തിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സത്യവിശ്വാസിയും അസത്യവിശ്വാസിയും അല്ലെങ്കിൽ അവിശ്വാസിയും ബഹുദൂരം അകലെയാണ്. അള്ളാഹു അവതരിപ്പിച്ചതാണ് സത്യം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവർ. കാഴ്ച ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അവരാണ്. അല്ലാത്ത ആളുകൾ പുറമേ കാഴ്ചയുള്ളവരാണെങ്കിലും അന്ധന്മാരെ പോലെയാണ്, കണ്ണ് കാണാത്ത കുരുടന്മാരെ പോലെയാണ്, ഉൾക്കാഴ്ചയില്ലാത്ത ചിന്തിക്കാത്തവരാണവർ. 19-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ്. താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണ് അറിയുന്ന ഒരാൾ. അഫമൻ യഅലമു, അറിയുന്ന ഒരാളാണോ? എന്തറിയുന്ന ആൾ? അന്നമാ ഉൻസിലയിലേക്ക, തീർച്ചയായും താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് അൽ ഹഖ്, അത് സത്യമാണ് എന്ന് അറിയുന്ന ആളാണോ? കമൻ, ഒരാളെ പോലെയാണോ? ഹുവ അഅമ, അന്ധനായ ഒരാളെ പോലെയാണോ? എന്നാണ് അതൊന്നും അറിയാത്ത ഒരാളെ പോലെയാണോ? അഅമ എന്ന് പറഞ്ഞാൽ കുരുടൻ എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു തആല പറയണം ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാരെ വസ്തുതകളെല്ലാം ചിന്തിച്ച് ഗ്രഹിക്കുകയുള്ളൂ. ഇന്നമാ യതദക്കറു, തീർച്ചയായും ഉത്ബോധനം ഉൾക്കൊള്ളുന്നവർ അല്ലെങ്കിൽ ഗ്രഹിക്കുന്നവർ, ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾ, ചിന്തിക്കുന്നവർ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമാണ്. ഈ ആയത്തിറങ്ങിയത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂജഹലിൻ്റെയും കാര്യത്തിലാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. രണ്ടുപേരും വലിയ വ്യത്യാസമുണ്ട് അല്ലേ, ഹംസ റളിയല്ലാഹു അൻഹു അബൂജഹലും തമ്മിൽ. ആ വ്യത്യാസം വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഇവിടെ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർ. നമ്മൾ സാധാരണ ഗണിക്കാറുള്ളത് പോലെ ഭയങ്കര ബുദ്ധി അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്താനുള്ള, തിയറികൾ കണ്ടെത്താനുള്ള അതുപോലെയുള്ള ബുദ്ധി അല്ല ഇവിടെ. അതിന് കഴിവുള്ള ബുദ്ധിജീവികൾ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഒരു പ്രത്യേകമായ ബുദ്ധിയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. ഇതിന് ബുദ്ധിമാന്മാർ എന്ന് നമുക്ക് അർത്ഥം പറയാം. ലുബ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അൽബാബ്. ശരി, കാമ്പ്, കാതൽ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഊഹത്തിൻ്റെ കലർപ്പോ സ്വന്തം താല്പര്യത്തിൻ്റെ ചായവോ ഇല്ലാത്ത തികച്ചും സംശുദ്ധമായ ബുദ്ധി എന്നാണ് അവിടെ ഉദ്ദേശം. അതായത് സാധാരണ നമ്മൾ പറയുന്നതല്ല എന്നർത്ഥം. ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയും, ആ രൂപത്തിലല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രത്യേകതരം ബുദ്ധിമാന്മാരെയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്ന് വേറെ സ്ഥലങ്ങളിൽ അല്ലാഹു തആല വാക്കിന് നൽകിയ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. സൂറത്ത് ആൽ ഇംറാനിലെ 7-ലും 8-ലും പിന്നെ അത് ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറെയും ചില ആയത്തുകളിൽ അല്ലാഹു തആല അവരുടെ ഉദാഹരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാൻ 190 മുതൽ 194 വരെയുള്ള ആയത്തുകളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സത്യവിശ്വാസവും തഖ്വയും വർദ്ധിപ്പിക്കുന്ന അറിവുകൾ നേടിയ ആളുകളും അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ച് ബോധ്യവുമുള്ളവരാണ് ഇവിടെ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ അതാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ, തഖ്വയുള്ള ആളുകൾ, അറിവ് നേടുന്ന ആളുകൾ, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ, പരലോകത്തെക്കുറിച്ച് ബോധമുള്ള ആളുകൾ, അവരാണ് ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇനിയുള്ള ആയത്തുകളിൽ ഇത്തരം ബുദ്ധിമാന്മാരുടെ, അതായത് സത്യവിശ്വാസം സ്വീകരിച്ച് സ്വർഗാവകാശികളായവരുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. അടുത്ത 20, 21, 22 ആയത്തുകളിൽ അതാണ് വിശദീകരണം. ഈ 3 ആയത്തുകളിലായി 9 കാര്യങ്ങളാണ് അല്ലാഹു തആല പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇത്തരം ആളുകൾ അള്ളാഹുവിനോടുള്ള കരാറും ഉറപ്പുകളും പാലിക്കുന്നവരായിരിക്കും, അത് ലംഘിക്കുകയില്ല. അതായത് അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലുകൾ മുഖേനയോ ദൃഷ്ടാന്തങ്ങൾ മുഖേനയോ അറിഞ്ഞ കടമകളും ബാധ്യതകളും അവർ കൃത്യമായി നിറവേറ്റും എന്നർത്ഥം. രണ്ടാമത്തെ വിശേഷണം, കരാറുകളും ഉറപ്പുകളും ലംഘിക്കാതിരിക്കുക. സത്യവിശ്വാസത്തിൻ്റെയും അള്ളാഹുമായുള്ള പ്രതിജ്ഞകളെയും അടിസ്ഥാനത്തിൽ അവനോടോ ജനങ്ങളോടോ നൽകിയ എല്ലാ ഉറപ്പുകളും അവർ പാലിക്കും.
നേർച്ചകൾ, ധനപരമായ ഇടപാടുകൾ, ഉടമ്പടികൾ, വാഗ്ദാനങ്ങൾ ഒക്കെ ഇതിൽപ്പെടും. മനസ്സിലാണ്ടോ? പിന്നെ ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ ചേർക്കും അവർ. ഏതെല്ലാം ബന്ധങ്ങൾ അല്ലാഹു തആല ചേർക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അവർ ചേർക്കും, ദൃഢീകരിക്കും. അതിലേറ്റവും ഒന്നാമത്തെ സ്ഥാനം കുടുംബ ബന്ധത്തിന് തന്നെയാണ്. അയൽക്കാർ, പാവപ്പെട്ട ആളുകൾ, സാധുക്കൾ, ദുർബലരായ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, ഗുരുനാഥന്മാർ, ഇവരോട് പാലിക്കേണ്ട ബന്ധങ്ങൾ വേറെയുണ്ട്. അതേപോലെ ഇസ്ലാമിൻ്റെ ശആയറുകൾ, മതചിഹ്നങ്ങൾ, ഇസ്ലാമിലെ സ്ഥാപനങ്ങൾ, ഇതിനോടൊക്കെ പാലിക്കേണ്ട മര്യാദകൾ വേറെയും ഉണ്ട്. ഇതിനോടൊക്കെ പുലർത്തേണ്ട ബന്ധങ്ങൾ വേറെയും. അപ്പോൾ അതൊക്കെ കൃത്യമായി നടത്തുന്ന ആളുകൾ. ഒന്നാമത്തേത് എന്തായിരുന്നു? അള്ളാഹുവോട് ചെയ്ത കരാറുകൾ പാലിക്കുക. രണ്ടാമതായി പടപ്പുകളോട് ചെയ്ത ഉറപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക. മൂന്നാമതായി ഇങ്ങനെ ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ ചേർക്കുക. നാലാമതായി അള്ളാഹുവിനെ പേടിക്കുകയും അവൻ്റെ ശാസനകൾ അനുസരിക്കുകയും ചെയ്യുക. സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ വിജയത്തിനും കാരണം, അല്ലെങ്കിൽ എല്ലാ നന്മകളുടെയും ഉത്ഭവം ഈ ഒരു പേടിയാണ്. എല്ലാ തിന്മകളും ഉത്ഭവിക്കുന്നത് ഈ പേടി ഇല്ലായ്മയിൽ നിന്നുമാണ്. അഞ്ചാമതായി മഹ്ശറിനെയും ഭയാനകമായ ഹിസാബിനെയും പേടിക്കുക. അള്ളാഹുവിന് മുമ്പിൽ കടുത്ത വിചാരണ നേരിടേണ്ടി വരുമെന്ന് പേടിയുണ്ടാവുക. ആറാമതായി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് പരീക്ഷണങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമയും സഹനവും മുറുകെ പിടിക്കുക. ബാധ്യതകളും സൽക്കർമ്മങ്ങളും മുടങ്ങാതെ കൊണ്ടു നടക്കാൻ ക്ഷമ വേണം. തിന്മകൾ ഒഴിവാക്കാനും ക്ഷമ വേണം. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കണം. രോഗം, കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഹനശീലത്തോടെ നേരിടണം. ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. സ്വാർത്ഥ താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾക്കോ വേണ്ടി ആവരുത്. ഏഴാമതായി നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. എട്ടാമതായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും പണം ചെലവഴിക്കണം. അള്ളാഹു നൽകിയതാണല്ലോ സമ്പത്ത്. അത് കഴിവും ആവശ്യവും സന്ദർഭവും അനുസരിച്ച് പരസ്യ വ്യത്യാസമില്ലാതെ കൊടുക്കുക ആവശ്യമുള്ളപ്പോൾ. പരസ്യമായി ചെലവഴിക്കുമ്പോൾ അത് ആളുകളെ കാണിക്കാനോ മറ്റാകാൻ പാടില്ല. അതുപോലെ തന്നെ ചെലവഴിക്കുന്നത് എപ്പോഴും സ്വകാര്യമാക്കണമെന്നില്ല, അത് എപ്പോഴും പരസ്യമാക്കണമെന്നും അത് രണ്ടും ശരിയല്ല. രണ്ടും സന്ദർഭത്തിനനുസരിച്ചൊരു പരസ്യമാക്കേണ്ടടുത്ത് പരസ്യമായി കൊടുക്കുക, അല്ലാത്തടത്ത് രഹസ്യമായി കൊടുക്കുക. ഒൻപതാമതായി നന്മ കൊണ്ട് തിന്മയെ ഉപരോധിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാതൃകയാവുക. തിന്മയെ തിന്മ കൊണ്ട് തടിക്കാതിരിക്കുക. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക. തെറ്റുകൾ സംഭവിച്ചു പോയാൽ പശ്ചാത്തപിച്ച് മടങ്ങുക. വല്ല വേണ്ടാത്തരവും വന്നു പോയാൽ ഉടനെ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യുക. അക്രമികൾക്ക് മാപ്പ് നൽകുക. ഒരു തിന്മ തടയാൻ പല മാർഗങ്ങളും ഉണ്ടെങ്കിൽ അതിലേറ്റവും ലഘുവായ നയപരമായ മാർഗം സ്വീകരിക്കുക. ഇങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഇനിയുള്ള 3 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തുകൾ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. 20, 21, 22 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. അർത്ഥം നോക്കാം. അല്ലദീന, ഈ ഉലുൽ അൽബാബായ ആളുകൾ, അതായത് ബുദ്ധിമാന്മാരായ ആളുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ, അവരാരാണ്? യൂഫൂന, അവർ നിറവേറ്റുന്ന ആളുകളാണ്, പൂർത്തിയാക്കുന്ന ആളുകളാണ്. ബിഅഹ്ദില്ലാഹി, അള്ളാഹുവിൻ്റെ പ്രതിജ്ഞകൾ, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ. വലാ യൻഖുദൂനൽ മീസാഖ്, കരാറുകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് അവർ. ഇവിടെ മഹാനായ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഉടമ്പടിയും കരാർ പാലനവും സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ 20-ൽ പരം സ്ഥലത്ത് പരാമർശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തരാനാണത്. അപ്പോൾ അള്ളാഹുമായുള്ള കരാറും മറ്റു ഏതു തരത്തിലുള്ള കരാറുകളും, അത് ആളുകളോടാവട്ടെ മറ്റോ ആവട്ടെ, ആ കരാറുകളൊക്കെ പൂർത്തിയാക്കുന്ന ആളുകൾ. ശരി, 21 നോക്കൂ. വല്ലദീന, പിന്നെ എങ്ങനെയുള്ള ആളുകളും? യസ്ലൂന, അവർ ചേർക്കുന്നു. മാ അമറല്ലാഹു ബിഹി അൻ യുസല, അള്ളാഹു തആല ചേർക്കാൻ പറഞ്ഞത്, അള്ളാഹു തആല ആജ്ഞാപിച്ച ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്ന ആളുകൾ. പിന്നെയോ വയഖ്ശൂന റബ്ബഹും, തങ്ങളുടെ നാഥനെ പേടിക്കുന്ന ആളുകൾ. വയഖാഫൂന സൂ അൽ ഹിസാബ്, കഠിനമായ പാരത്രിക വിചാരണ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ.
സൂ അൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ കഠിനമായ വിചാരണ എന്നർത്ഥം. മോശമായ വിചാരണ എന്ന് പറഞ്ഞാൽ കഠിനതരമായ വിചാരണ. ഇങ്ങനെയുള്ള ആളുകൾ. പിന്നെ 22-ാമത്തെ ആയത്ത് നോക്കൂ. വല്ലദീന സബറു, ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്തിനാ ക്ഷമിക്കുന്നത്? ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ സംതൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജ്ഹ് തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾ, അല്ലാതെ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെയോ വഅഖാമുസ്സലാത്ത, നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്ന ആളുകൾ. പിന്നെയോ വഅൻഫഖൂ, ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. സിർറൻ, രഹസ്യമായി. വഅലാനിയത്തൻ, പരസ്യമായി. രഹസ്യമായും പരസ്യമായും നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ. പിന്നെയോ വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് ഉപരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ. വയദ്റഊന, അവർ തടുക്കുന്നു, ഉപരോധിക്കുന്നു. ബിൽ ഹസനത്തി, നന്മ കൊണ്ട്. അസയ്യിഅത, തിന്മയെ. നമ്മൾ വിശദീകരിച്ചല്ലോ. ഉലൈക, ഈ പറയപ്പെട്ട ആളുകൾ. ലഹും, അവർക്കുണ്ട്. ഉഖ്ബദ്ദാർ, പരലോകത്ത് ശോഭനമായ പര്യവസാനമുണ്ട്. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, ഇവർക്ക് പരലോകത്ത് ശോഭനമായ പര്യവസാനമുണ്ട്. 19-ാം ആയത്തിൽ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 20 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞ ഗുണങ്ങളോട് കൂടിയുള്ളവരാണ് ബുദ്ധിമാന്മാർ എന്നു പറഞ്ഞു. ഇനി ആ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം ഒന്നുകൂടെ ചുരുക്കി അവസാനം പറഞ്ഞതാണ് 22-ാമത്തെ ആയത്തില് ഉലൈക ലഹും ഉഖ്ബദ്ദാർ എന്ന് പറഞ്ഞത്. അവർക്ക് പരലോകത്ത് ശോഭനമായ പര്യവസാനം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വാസസ്ഥലം ശാശ്വതമായ സ്വർഗമായിരിക്കും. ഇനി അടുത്ത ആയത്തുകൾ പറയുന്നതും അതാണ്, അവർ സ്വർഗത്തിലായിരിക്കും. ആ ഉഖ്ബദ്ദാർ എന്നതിനെ വിശദീകരിക്കുകയാണ്. ശോഭനമായ പര്യവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇനി 23-ും 24-ലും പറയുന്നത്. സ്വർഗത്തിൽ അവരുണ്ടാവും. എന്നാൽ ഒറ്റക്കാണോ? അല്ല, അവരൊറ്റക്കല്ല സ്വർഗത്തിൽ. അവരുടെ സ്വാലിഹീങ്ങളായ സൽവൃത്തരായ അവരുടെ കുടുംബം കൂടെ അവർ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ കൂട്ടുകുടുംബമായി തലമുറകളായുള്ള മാതാപിതാക്കളും സന്താനങ്ങളുമായാണ് അവർ സ്വർഗത്തിൽ താമസിക്കുക എന്ന് മാത്രമല്ല, മലക്കുകളിൽ നിന്ന് അവർക്ക് എപ്പോഴും അനുമോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ആ മലക്കുകൾ അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരിക്കും. മലക്കുകൾ പറയും അവരോട്, നിങ്ങൾ ഭൗതിക ലോകത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ക്ഷമ സ്വീകരിച്ചതിനാലാണ് ഈ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ ഒന്ന് ആശീർവദിക്കും. ഇതാണ് 23-ും 24-ലും പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ജന്നാതു അദ്ൻ, ജന്നാതു അദ്ൻ. ഉലൈക ലഹും ഉഖ്ബദ്ദാർ എന്ന് പറഞ്ഞ വിശദീകരണമാണ്. അതായത് അവർക്ക് എന്തുണ്ട്? ജന്നാതു അദ്നിൻ, സ്വർഗത്തോപ്പുകളുണ്ട്. യദ്ഖുലൂനഹ, അവർ അതിൽ പ്രവേശിക്കും. അവർക്ക് ശാശ്വത താമസത്തിനുള്ള സ്വർഗങ്ങളുണ്ട്. ജന്നാതു അദ്ൻ, അതായത് ശാശ്വത താമസത്തിനുള്ള സ്വർഗങ്ങൾ. യദ്ഖുലൂനഹ, അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. പിന്നാരും വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വാലിഹീങ്ങളായ ആളുകളും. പിന്നാരും അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്ന്. വദുർരിയാതിഹിം, അവരുടെ മക്കളിൽ നിന്ന്. അപ്പോൾ അവരും തങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എന്നിവരിൽ നിന്നുള്ള സൽവൃത്തരും സ്വാലിഹീങ്ങളായ ആളുകളും അതിൽ പ്രവേശിക്കുന്നതാണ്. പിന്നെയോ വൽമലായികത്തു, മലായികത്ത് യദ്ഖുലൂന അലൈഹിം, അവരുടെ അടുത്തേക്ക് കടന്നുവരും. മിൻ കുല്ലി ബാബിൻ, എല്ലാ വാതിലുകളുടെയും കടന്നുവരും. എന്നിട്ട് എന്താ പറയുക? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ബിമാ സബർതും, നിങ്ങൾ ക്ഷമ കൈകൊണ്ടതിനാൽ. ദുനിയാവിൽ നിങ്ങൾ കുറെ ക്ഷമിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമയും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ. ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ അന്തിമ സങ്കേതം എത്ര ഉദാത്തമായിരിക്കുന്നു. ഫനിഅമ, എത്ര നന്നായിരിക്കുന്നു. ഉഖ്ബദ്ദാർ, ഈ അന്തിമമായ സങ്കേതം. മലായിക്കത്ത് ഇങ്ങനെ വന്ന് ആശംസിക്കുമെന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു സുഖമായിരിക്കും അല്ലേ, എന്തൊരു ആനന്ദമായിരിക്കും അല്ലേ. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾക്ക് കൈമുണക്കൂല. ഒരാൾക്കും ഊഹിക്കാനാവാത്തതാണ് അവിടെ ഉള്ളത് എന്ന് ഹദീസുകളിലുണ്ട്. അപ്പോൾ പിന്നെ കുടുംബക്കാരും കൂടെ ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അല്ലാഹു തആല നമ്മൾ ആ സ്വർഗത്തിൻ്റെ അവകാശികളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ആമീൻ.
ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന മഹാന്മാരിൽ നമ്മൾ അല്ലാഹു ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ലോകത്ത് നിന്ന് മനുഷ്യന്മാർ മരിച്ചു പോകുന്നത് കൂട്ടുകുടുംബങ്ങളെ, പരിചയക്കാരെ ഒക്കെ വിട്ടേച്ചാണ്. ആ ഏകാന്തതയുടെ ലോകത്ത് എത്തിച്ചേർന്ന ശേഷം പിന്നെ സ്വന്തം മാതാപിതാക്കളോടുകൂടെ, സ്വന്തം മക്കളോടുകൂടെ, ഭാര്യമാരോടുകൂടെ ഒരു പുനർജീവിതം ലഭിക്കുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അതും സ്വർഗത്തിൽ. മാഷാ അല്ലാഹ്, എന്തൊരു റാഹത്തായിരിക്കും. സലാമുൻ അലൈക്കും ബിമാ സബർതും. അവർക്ക് ഇത്രയും വലിയ അനുഗ്രഹീത ജീവിതം കിട്ടാനുള്ള അടിസ്ഥാന കാരണം അവരുടെ ക്ഷമയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ക്ഷമാശീലമാണ്. മറ്റെല്ലാ നല്ല ഗുണങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ ക്ഷമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് മലക്കുകളുടെ ഈ ആശീർവാദത്തിൽ, ഈ അനുമോദനത്തിൽ ബിമാ സബർതും എന്ന് പ്രത്യേകമായി പറയുന്നത്. ഒമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അവരുടെ പിതാക്കളും ഇണകളും സന്തതികളും പ്രവേശിക്കും എന്ന് പറയാതെ, അത് ശ്രദ്ധിച്ചു, ആയത്ത് ഒമൻ സ്വലഹ എന്ന് ചേർത്തി പറഞ്ഞു. അവരുടെ വാപ്പാരും ഭാര്യമാരും ഇണകളും ഒക്കെ സ്വർഗത്തിൽ അവർ കൂടെ ഉണ്ടാവുന്നല്ല പറഞ്ഞത്. അവരുടെ ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് സൽവൃത്തരായവർ, സ്വാലിഹീങ്ങൾ പ്രവേശിക്കും. ഒമൻ സ്വലഹ എന്ന് പ്രത്യേകം പറഞ്ഞു. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരാൾ എത്ര തന്നെ ഉത്കൃഷ്ട പദവിയിലുള്ള ആളായാലും അതുകൊണ്ട് മാത്രം അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പരലോകത്ത് വലിയ പദവി ലഭിക്കണമെന്നില്ല. സ്വലാഹിയത്തുകൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്തോ, സൽവൃത്തരാണോ, അതാണ് അവിടുത്തെ മാനദണ്ഡം. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി അല്ലേ? പ്രവാചകന്റെ മകനാണെന്ന് നിനക്ക് എന്തെങ്കിലും മെച്ചം കിട്ടിയോ? ഇല്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, അവരൊക്കെ രക്ഷപ്പെടാതിരുന്നത് അതുകൊണ്ടാണ്. സൂറത്തു തൂർ 21 ആയത്തിലും ഈ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. വിശ്വസിക്കുകയും വിശ്വാസത്തോടുകൂടി സന്തതികൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തവർ ആരോ അവരുടെ സന്തതികളെയും നാം അവരൊന്നിച്ചാക്കും. അപ്പൊ രണ്ടു കൂട്ടരും സത്യവിശ്വാസികളും സൽവൃത്തരും ആയിരിക്കുമ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ അവരെയും കൂട്ടുകുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടുമെന്ന് പറഞ്ഞതിൽ എന്തത്ര പ്രത്യേകത? വിശ്വാസികളെല്ലാവരും സ്വർഗത്തിൽ എത്തുമല്ലോ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സ്വർഗത്തിൽ എത്തുമല്ലോ. പിന്നെ ഇപ്പം എന്താ അങ്ങനെ ഇവിടെ വീണ്ടും ഒരു ഒന്നിച്ചിങ്ങനെ കുടുംബങ്ങളോട് കൂടെ കൂട്ടിച്ചേർക്കുമെന്നുള്ളത്ര പറയാൻ കാരണം എന്താ? അതിന്റെ മറുപടി, രണ്ടു കൂട്ടരും സ്വർഗത്തിലെത്തുമെന്നത് ശരി തന്നെ. ഈമാനുള്ള ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ, സൽക്കർമ്മം ചെയ്ത ആൾ എത്തും, സ്വർഗത്തിലെത്തും. പക്ഷേ സ്വർഗത്തിലെത്തിയാൽ തന്നെ രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് താമസിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. കാരണം എന്താ? സ്വർഗത്തിൽ പലർക്കും പല ദർജകളായിരിക്കും, പല പദവികളായിരിക്കും. ചിലർ ഉയർന്ന ദർജകൾ, മറ്റൊരു താഴ്ന്ന ലെവലിലൊക്കെ ആയിരിക്കും. അപ്പം അത്തരം ഒരവസ്ഥയിൽ രണ്ടു കൂട്ടർക്കും ഈ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഒന്നിച്ചും കൂട്ടായും ആസ്വദിക്കാൻ അല്ലാഹു തആല അവസരം നൽകും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാണ്? ലെവലുകളൊന്നും നോക്കാതെ രണ്ടു കൂട്ടരെയും അല്ലാഹു തആല ഒന്നിപ്പിക്കും. അത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ? 25-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബുദ്ധിമാന്മാരായ ആളുകളുടെ വിശേഷണങ്ങളും അവർക്ക് കിട്ടാനിരിക്കുന്ന പ്രതിഫലങ്ങളും പറഞ്ഞ ശേഷം ഇനി അപ്പുറത്തുള്ള വിഡ്ഢികളായ ആളുകളുടെ സ്വഭാവവും അവർക്ക് ലഭിക്കുന്ന ദുഷ്ഫലങ്ങളും അല്ലാഹു തആല പറയുകയാണ്. ബുദ്ധിമാന്മാരുടെ നേർ വിപരീത സ്വഭാവങ്ങളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതിക്കും അനുഗ്രഹങ്ങൾക്കും പാത്രമാകുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും ശിക്ഷക്കുമാണ് പാത്രമാവുക. ആദ്യത്തവരുടെ പര്യവസാനം സ്വർഗമാണെങ്കിൽ ഈ വിഭാഗത്തിൻ്റെത് നരകമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ നടപ്പാക്കാനും അനിഷ്ടങ്ങൾ വിഭാടനം ചെയ്യാനുമാണ് മനുഷ്യനെ ഖലീഫയായി അള്ളാഹു തആല ഭൂമിയിലേക്ക് അയക്കുന്നത്. അതുപോലെ മാതൃ പിതൃ പുത്രബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും മാനവിക സൗഹൃദവുമൊക്കെ സ്ഥാപിതമാക്കാൻ അള്ളാഹു തആല കൽപ്പിക്കുകയും ചെയ്തു. അത് കൃത്യമായി പാലിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ആളുകൾ, അത്തരം പ്രതിലോമകാരികളായ ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയും നരകത്തിന്റെ ശിക്ഷയും ശാപവും ഒക്കെ ഉണ്ടാവുക. അതാണ് 25-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. والذين ينقضون عهد الله, അള്ളാഹുമായുള്ള കരാർ ലംഘിക്കുന്ന ആളുകൾ. എപ്പോ? മിൻ ബഅദി മീസാഖിഹി, അത് ഉറപ്പിച്ച ശേഷം. അള്ളാഹുമായുള്ള കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുന്ന ആളുകൾ.
വയഖ്തഊന വിച്ഛേദിക്കുകയും ചെയ്യുന്ന ആളുകൾ, മുറിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്ത്? മാ അമറല്ലാഹു ബിഹി അൻ യുസല, അല്ലാഹു തആല ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ അത് മുറിക്കുകയും ചെയ്യുന്ന ആളുകൾ. പിന്നെയോ വയഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ. ഉലൈക, ആ ആളുകൾ, അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, അല്ലഅനതു ശാപമുണ്ട്, വലഹും അവർക്കു തന്നെയാണ് സൂഉദ്ദാർ ഹീനമായ നിവാസ സ്ഥലവും മോശമായ വാസസ്ഥലവും അവർക്കു തന്നെയാണുള്ളത്. മോശമായ വീട് എന്നാണ് ശരിക്കും അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ചെന്ന് താമസിക്കേണ്ട നരകമാണ് ഉദ്ദേശം. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ അഹദ്, അള്ളാഹുവിൻ്റെ കരാറ് ലംഘിക്കുന്ന ആളുകൾ. ഏതാണ് ഈ കരാറ്? ആലമുൽ അർവാഹിൽ, അതായത് ആത്മാക്കളുടെ ലോകത്ത് പണ്ട് നടന്ന, അതായത് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിന് എത്രയോ മുമ്പ് നടന്ന ഒരു കരാറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ആറാഫ് 172 ആയത്തിൽ അല്ലാഹു തആല വിഷയം പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്മാക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അങ്ങനെ ചോദിച്ചപ്പോൾ അതേ എന്ന് എല്ലാവരും മറുപടി പറയുകയും ചെയ്തു. ആ കരാറാണ് ഉദ്ദേശം. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിജ്ഞ, ഒരു കരാർ നടന്ന കാര്യം മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് സത്യം മാത്രം പറയുന്ന, വഹയനുസരിച്ച് മാത്രം സംസാരിക്കുന്ന പ്രവാചകന്മാർ ഇടയ്ക്കിടെ വന്ന് ആ കരാറിൻ്റെ ഉള്ളടക്കങ്ങളും താല്പര്യങ്ങളും മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയും ദൃഢീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് മീസാഖ് എന്ന് പറഞ്ഞത്. മിൻ ബഅദി മീസാഖിഹി, അതായത് ആദ്യം എടുത്ത ആ പ്രതിജ്ഞയുടെ ദൃഢീകരണം. ഓരോ പ്രവാചകന്മാരും വന്നിട്ട് അതിനെ ഉറപ്പിക്കണം. അപ്പം അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം, മീസാഖിന് ശേഷം വീണ്ടും അത് ലംഘിക്കുന്ന ആളുകൾ. സൂറത്തുൽ ബഖറ 27 ആയത്തിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കരാർ മാത്രമല്ല, മനുഷ്യൻ്റെ സഹജബോധമനുസരിച്ച് തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷവും അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അതും ഈ കരാറിൻ്റെ ഉള്ളിൽ പെടുന്നതാണ്. 26 ആയത്തിലേക്ക് കടക്കാം. പരലോകത്ത് രണ്ടു കൂട്ടരുടെയും അവസ്ഥ മേൽ പറഞ്ഞതുപോലെയാണ് എങ്കിലും ഈ ലോകത്തെ ജീവിതത്തിൽ രണ്ട് വിഭാഗത്തിനുമിടയിൽ, രണ്ടു കൂട്ടർക്കുമിടയിൽ അല്ലാഹു തആല ഒരു വ്യത്യാസവും കാണിക്കുകയില്ല എന്നാണ് ഇനി പറയുന്നത്. എന്നാൽ ആഖിറത്തിലെ മുഅ്മിനുകൾക്ക് സ്വർഗം, മറ്റവർക്കും നരകം. ഇവിടെയോ? ഇവിടെ അല്ലാഹു തആല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. ഇവിടെ ആ വേർതിരിവില്ല. ഇവിടെ മുഅ്മിനുകൾക്ക് മാത്രം ഭക്ഷണം, കാഫിറുകൾക്ക് ഭക്ഷണമല്ല, അങ്ങനെയല്ല. ഭക്ഷ്യവിഭവങ്ങൾ തുടങ്ങി അതുപോലെയുള്ള ഈ ലോക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ സന്മാർഗികളാണോ ദുർമാർഗികളാണോ വിശ്വാസികളാണോ അല്ലാത്തവരാണോ അങ്ങനെ വ്യത്യാസം അല്ലാഹു തആല കൽപ്പിക്കാറില്ല. രണ്ടു കൂട്ടർക്ക് കൊടുക്കും. ചിലർക്ക് വിശാലമായി കൊടുക്കും, ചിലർക്ക് പരിമിതമായി കൊടുക്കും. ആർക്കാണ് വിശാലമായി കൊടുക്കേണ്ടത്, ആർക്കാണ് പരിമിതമാക്കേണ്ടത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് നടക്കുക. അതിന് അള്ളാഹു ഉദ്ദേശിച്ച ഹിക്മത്തുള്ളതിന് പിന്നിലുണ്ടാവാം. ഇതാണ് വസ്തുത. ഇത് മനസ്സിലാക്കാതെ ഇഹലോകത്തുള്ള സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ ആഹ്ലാദിക്കുകയും അതിൽ അർമാദിക്കുകയും അതുകൊണ്ട് തൃപ്തി അടയുകയുമാണ് ദുർമാർഗികളായ അവിശ്വാസികൾ ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം ദുന്യാവ് നൈമിഷികമാണ്. പരലോക ജീവിതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിതം കേവലം നിസ്സാരമായ ഒരു സുഖാസ്വാദനം മാത്രമാണ്. അതുകൊണ്ട് ദുന്യാവിനല്ല പ്രാധാന്യം നൽകേണ്ടത്, ആഖിറത്തിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. നോക്കാം 26 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വഫരിഹു ബിൽ ഹയാത്തിദ് ദുനിയാ വമൽ ഹയാത്തുദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ. അല്ലാഹു യബ്സുത്തു റിസ്ഖ, അല്ലാഹു തആല യബ്സുത്തു, അവൻ സമൃദ്ധമായി നൽകുന്നു, വിശാലമാക്കുന്നു, അർറിസ്ഖ ഭക്ഷണം. ആർക്ക്? ലിമൻ യശാഉ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് അള്ളാഹു ഭക്ഷണം സുഭിക്ഷമായി സമൃദ്ധമായി വിശാലമായി നൽകുന്നു. വയഖ്ദിറു, മറ്റു ചിലർക്കത് കുടുസാക്കുകയും ചെയ്യുന്നു. വയഖ്ദിറു എന്ന് പറഞ്ഞാൽ കുടുസാക്കുക അല്ലെങ്കിൽ പരിമിതമാക്കുക. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് വിശാലമാക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന മറ്റു ചിലർക്ക് വയഖ്ദിറു, അവൻ പരിമിതമാക്കുകയും ചെയ്യുന്നു, കുടുസാക്കുകയും ചെയ്യുന്നു. വഫരിഹു, ഈ ആളുകൾ അവർ സന്തോഷിക്കുകയാണ് ബിൽ ഹയാത്ത് ദുനിയ, ഈ ഐഹിക ജീവിതം കൊണ്ട്. ഭൗതികമായ ജീവിതത്തിൽ പ്രമത്തരാകുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ സത്യത്തിൽ എന്താ അവസ്ഥ? വമൽ ഹയാത്തു ദുനിയ, ഇഹലോക ജീവിതം, ഫിൽ ആഖിറത്തി, പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഇല്ലാ മത്താഅൻ, ഒരു ക്ഷണിക സുഖാസ്വാദനം മാത്രമാണ്, കുറഞ്ഞ നേരത്തെ സുഖം മാത്രമാണ്, വേറൊന്നുമില്ല.
അള്ളാഹുമായുള്ള കരാർ ലംഘിച്ച ആളുകൾ പരാജിതരാണ്, ശാപവിധേയരാണ് എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു. അതേസമയം അത്തരം ആളുകളിൽ പലരും ഇവിടെ അർമാദിച്ച് നടക്കുന്നുണ്ടല്ലോ, സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുണ്ടല്ലോ, ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അതിൻ്റെ മറുപടിയാണ് 26-ാമത്തെ ആയത്ത്. അതായത് ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളോ മറ്റോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ നല്ലവനാണ് എന്നതിൻ്റെ തെളിവല്ല. ഭൗതിക ജീവിതം ചില നല്ല ആളുകൾക്ക് പലപ്പോഴും വളരെ പ്രയാസകരമായേക്കാം, സ്വാലിഹീങ്ങൾക്ക് മഹാബുദ്ധിമുട്ടേക്കാരും. പക്ഷേ കച്ചറ കഴിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വളരെ റാഹത്തായിരിക്കും. ദുന്യാവിന് അത്രയേ റബ്ബ് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, അല്ലേ? പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയെത്ര നിസ്സാരമാണ് ഈ ലോകം. മനുഷ്യനെ കബളിപ്പിക്കുന്ന ചില സുഖാസ്വാദനങ്ങൾ മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് വേറെ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഇല്ലാ മതാഉൽ ഖുറൂർ, അല്ലേ? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. മുത്തഖിയായി ജീവിച്ച് നല്ലവർക്ക് കച്ചവടം നടക്കുന്നവർക്ക് എപ്പോഴും കച്ചവടത്തിൽ നഷ്ടവികാരം ഉണ്ടാകും. എന്നാൽ അപ്പുറത്ത് എല്ലാവരും പറ്റിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് വളരെ ഉഷാറായിട്ട് അവൻ്റെ കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ടാവും. ദുന്യാവ് അങ്ങനെയാണ്. ദുന്യാവ് ഒരാൾക്ക് കൊടുത്തു എന്നത് അയാൾ അള്ളാഹിൻ്റെ അടുക്കൽ ഉഷാറാണെന്നതിൻ്റെ തെളിവല്ല എന്നർത്ഥം. ദീന് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ദീനും തഖ്വയും ഒരാളത്തുണ്ടോ അയാൾ അള്ളാഹു ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണം. ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിനെ അപേക്ഷിച്ച് ദുന്യാവിനെ നോക്കുമ്പോൾ ഒരാളുടെ കയ്യിൻ്റെ വിരലിൽ ഒരു വലിയ കടലിൽ മുക്കി, ഒരു സമുദ്രത്തിൽ മുക്കി എടുക്കുമ്പോൾ ആ വിരലിൽ ഉണ്ടാകുന്ന വെള്ളം, ആ വെള്ളവും സമുദ്രത്തിൽ ബാക്കിയുള്ള വെള്ളവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കും. അതുപോലെയാണ് പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകത്തിൻ്റെ അവസ്ഥ എന്നൊരു ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പായയിൽ ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പായയുടെ പാടുകൾ ആ തിരുശരീരത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ സഹാബികൾക്ക് സങ്കടമായി. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്ക് വല്ല മെത്തയോ വിരിപ്പോ എന്തോരൊക്കെ ഉണ്ടാക്കി തരട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും ഇഹലോകവുമായി എന്തു ബന്ധം? ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ. മരച്ചുവട്ടിൽ തണൽ തേടി കുറച്ചേരം ചെന്നു, പിന്നെ ആ തണൽ ഒഴിവാക്കി പോവുകയും ചെയ്തു. ഇതുപോലെയാണ് ഞാനും ദുനിയാവും. എനിക്കൊന്നും വേണ്ട എന്നർത്ഥം. നമുക്ക് ആഖിറ മതി. ഭക്ഷണ വിശാരത ഇങ്ങനെ കൊടുക്കും. ചില ആളുകൾക്ക് വിശാരത ചെയ്യും, ചില ആളുകൾക്ക് പരിമിതമാക്കുമെന്ന് പല സ്ഥലത്തും ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപജീവനം വിശാലമാകുന്നതും പരീക്ഷണമാണ്, അത് കുടിസാകുന്നതും പരീക്ഷണമാണ്. ആദ്യത്തേതിന് നന്ദി ജീവിക്കാൻ വേണ്ടി അല്ലാഹു തആല തരികയാണ്. രണ്ടാമത്തേത് നമ്മൾ പരീക്ഷിക്കാൻ തരികയാണ്. ക്ഷമയോടും പരീക്ഷിക്കാൻ വേണ്ടി തരികയാണ്. മറ്റേത് നന്ദി ചെയ്യണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. വിശാലത കിട്ടുമ്പോൾ, പരിമിതമാവുമ്പോൾ ഇയാൾ ക്ഷമയോടും പൊറുതിയോടും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. 27-ാമത്തെ ആയത്ത് നോക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനി ദഅവത്ത് സത്യനിഷേധങ്ങളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിരുന്നു, സഹിക്കാൻ കഴിയാത്തതായിരുന്നു എന്നാണ്. അത് അങ്ങനെ ആ സഹിക്കാൻ കഴിയാതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന ആദർശത്തിൻ്റെ ദൗർബല്യം കൊണ്ടൊന്നുമല്ല. മറിച്ച് അവരുടെ സ്വാർത്ഥമായ താല്പര്യം, അവരുടെ അധികാരമോഹം, അവരുടെ അസൂയ, ദുരാഭിജാത്യം, ചിന്താശൂന്യത, ഇതൊക്കെയാണ് അതിനുള്ള കാരണം. പക്ഷെ അതവർ സമ്മതിക്കൂല. അവർ വേറെ പല ദുർന്യായങ്ങളും പറഞ്ഞിട്ടാണ് രംഗത്ത് വരിക. എന്തൊക്കെയോ ന്യായങ്ങൾ പറയും. മൂസാ നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാമൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നല്ലോ. വടിയിട്ടാൽ അത് പാമ്പാകും, മരിച്ചവരെ ജീവിപ്പിക്കുന്ന കുറേ സംഗതികൾ ചെയ്തല്ലോ. മുഹമ്മദ് എന്താ അത്തരം ദൃഷ്ടാന്തങ്ങളൊന്നും കൊണ്ടുവരാത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെയാണ് അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കാം. ഇനി ആ പറഞ്ഞതിനനുസരിച്ച് ഇവർക്ക് മുഅ്ജിസത്ത് കാണിച്ചു കുടിച്ചു നോക്കുക. അപ്പോൾ അതിലപ്പുറം വേറൊന്ന് ചോദിക്കും. അവർ ചോദിച്ചത് കാണിച്ചു കൊടുത്താൽ അപ്പം ഇനി വേറൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറയും. അപ്പം ഇത് ദുശാഠ്യമാണിത്. അതിനോടുള്ള അള്ളാഹുവിൻ്റെ പ്രതികരണമാണ് ഇനിയുള്ള ആയത്തിലുള്ളത്. എന്താ അള്ളാഹു തആല പറയുന്നത്? ദൃഷ്ടാന്തങ്ങളുടെ കുറവൊന്നുമല്ല അവരുടെ വിഷയം. അവർ ചിന്താശൂന്യരായി സത്യനിഷേധത്തിൽ മൂടുറച്ചു പോയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ തീരെ ആഗ്രഹമല്ല അവർക്ക്. അതുകൊണ്ട് എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് സന്മനസ്സും സദുദ്ദേശവുമുള്ള ആളുകളോ ആരും നിർബന്ധിക്കാതെ തന്നെ സ്വമേധയാ സത്യം അംഗീകരിക്കും. ഇവരെ ആരും നിർബന്ധിച്ചാലും അംഗീകരിക്കില്ല. കാരണം ഇവർക്കതിന് താല്പര്യമല്ല. ഈ രണ്ട് വിഭാഗത്തെയും ശരിക്കും മനസ്സിലാക്കിയാണ് അല്ലാഹു തആല ഇടപെടുന്നത്. നിങ്ങളെ നേർമാർഗത്തിലാക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ത് ദൃഷ്ടാന്തം ഇറക്കി തന്നിട്ടും ഫലമുണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഭയഭക്തിയോടുകൂടി താഴ്മയോടുകൂടി അവനോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും വേണം. നേർവഴി സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനു വേണ്ട ദൃഷ്ടാന്തങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ? ചന്ദ്രൻ പിളർന്ന് നിങ്ങൾ കണ്ടിട്ടില്ല? അങ്ങനെ എത്ര ദൃഷ്ടാന്തങ്ങൾ നോക്കൂ. 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ويقول الذين كفروا لولا أنزل عليه آية من ربه قل إن الله يضل من يشاء ويهدي إليه من أناب ويقول الذين كفروا സത്യനിഷേധികൾ ആളുകൾ ചോദിക്കും ലൗലാ ഉൻസില അലൈഹി, എന്താണ് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കിട്ടാത്തത്, അവതരിപ്പിക്കപ്പെടാത്തത്? ആയത്തുൻ, ഒരു ദൃഷ്ടാന്തം, മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൽ നിന്ന്. അപ്പൊ തൻ്റെ നാഥനിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം വന്നു കിട്ടാത്തത് എന്താണെന്ന് അവർ ചോദിക്കുന്നു, നിഷേധികൾ ചോദിക്കുന്നു. ഖുൽ, നബി അങ്ങ് മറുപടി പറയണം, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, യുദില്ലു, അവൻ ദുർമാർഗത്തിലാക്കുന്നു, മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, വയഹ്ദി ഇലൈഹി, അവനിലേക്ക് അവൻ മാർഗദർശനം നടത്തുന്നു, മൻ അനാബ്, പശ്ചാത്തപിച്ചു മടങ്ങിയ ആളുകളെ. ദൃഷ്ടാന്തങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും പിന്നെയും അവിശ്വാസികൾ പുതിയ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട് കൊണ്ടിരുന്നതിനെ പറ്റി ഇതിനു മുമ്പും പിമ്പും പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കൂടാതെ അത് കാണാം. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപ്പിഴവിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിൽ ചേർക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും ഒന്നിലധികം പ്രാവശ്യം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മാനദണ്ഡവുമില്ലാതെ തോന്നുന്ന ആളുകളെ നേർവഴിയിലും അല്ലാത്തവരെ ദുർമാർഗത്തിലുമാക്കും എന്നല്ല പറഞ്ഞ ഉദ്ദേശം. സത്യം തേടിപ്പിടിക്കാനോ അംഗീകരിക്കാനോ അള്ളാഹുവിലേക്ക് മടങ്ങാനോ തയ്യാറില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു അവരെ നേർവഴിയിലേക്ക് ചേർക്കാത്തത് എന്ന് ചുരുക്കം. അവർ തന്നെയാണ് അതിന് കാരണം. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയവരെയാണ് അവൻ നേർവഴിയിൽ ചേർക്കുക. വയഹ്ദി ഇലൈഹി മൻ അനാബ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ആരെയാണ് അവൻ ദുർമാർഗത്തിലാക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. അത് ചെയ്യാൻ തയ്യാറില്ലാത്ത ആളുകളെ പിന്നെ അവർ പാട്ടിന് വിടും. മനുഷ്യന്മാരാണ് ആ വിഷയം ശ്രദ്ധിച്ചു ചിന്തിച്ചു ഞാൻ ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ആളാണ് എന്ന് വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങി ദീനിലേക്ക് വരേണ്ടത്, സത്യം സ്വീകരിക്കാൻ മുന്നോട്ട് വരേണ്ടത്. അതൊന്നും ചെയ്യാതെ അതിൽ മൂടുറച്ച് അതിൽ തന്നെ മുഴുകിക്കഴിഞ്ഞ് അങ്ങനെ നിന്ന് പോയാൽ പിന്നെ അതിൽ തന്നെ തുടരും. 28-ാമത്തെ ആയത്തിലേക്ക് കിടക്കും. അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിനെ വിശ്വസിച്ച് അവൻ്റെ സ്മരണ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ജീവിത വിജയം ഉണ്ടാവുക, അവർക്കാണ് മനസ്സമാധാനം ഉണ്ടാവുക. സത്യനിഷേധികളായ ആളുകൾക്കോ അവിശ്വാസികളായ ആളുകൾക്കോ അതൊരിക്കലും ലഭിക്കില്ല. ഒരിക്കലും മനസ്സമാധാനം ലഭിക്കില്ല, ശാശ്വതമായ സമാധാനം കിട്ടില്ല. ഇതാണ് 28-ൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മനസ്സമാധാനം നേടുകയും ചെയ്തവർ, അവരെ അള്ളാഹു തആല തന്നിലേക്ക് മാർഗദർശനം ചെയ്യുന്നു എന്നർത്ഥം. തൊട്ട് മുമ്പുള്ള ആയത്തുമായി ചേർത്ത് വായിക്കുക. വയഹ്ദി ഇലൈഹി മൻ അനാബ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ അള്ളാഹു തആല നേർമാർഗത്തിലേക്ക് നയിക്കും. പിന്നാരെയും അവരുടെ ഗുണമാണ് അല്ലദീന ആമനൂ, സത്യം വിശ്വസിച്ചവരെയും. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മനസ്സമാധാനം നേടുകയും ചെയ്തവരെ അള്ളാഹു തആല തൻ്റെ അടുത്തേക്ക് മാർഗദർശനം ചെയ്യും. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മാത്രമേ, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരികയുള്ളൂ. ഇത് വളരെ പ്രസക്തമായ ഒരു ആയത്താണ്, പ്രസക്തമായൊരു വിഷയവുമാണ്. ഇന്നത്തെ ലോകത്ത് എത്രയോ ഭൗതികമായ പുരോഗതിയും സാങ്കേതികമായ നേട്ടവും ഒക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനം, സ്വസ്ഥതയില്ലായ്മ, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പരിഭ്രമിച്ച് വേവലാതിപ്പെടുന്ന എത്രയോ ആളുകൾ, അല്ലേ? ലോകം മൊത്തം അങ്ങനെയാണ്. അത്തരം ആളുകൾക്കുള്ളൊരു ഒറ്റമൂലിയാണ് ഈ ഒരു ആയത്ത്. അതായത് ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണ, ദിക്ർ മുറുകെ പിടിക്കുക, എവിടെയും അത് കൈവിട്ടുകൂടാ. അത്തരമൊരു ജീവിതക്രമത്തിന് മാത്രമേ ലോകസമാധാനം കൈവരിക്കാനാകൂ. വളരെ അർത്ഥഗർഭമായ ഒരു ആയത്താണിത്. അള്ളാഹുവിനെ ശരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പേടിയുണ്ടാവില്ല, അസ്വസ്ഥങ്ങളുണ്ടാവില്ല, സമാധാനക്കേടുണ്ടാവുകയില്ല. അവരെപ്പോഴും ശാന്തരായിരിക്കും, അവർക്ക് വേവലാതി ഇല്ലായിരിക്കും, സംതൃപ്തരായിരിക്കും, മനോധൈര്യമുള്ള ആളുകളായിരിക്കും. അവരുടെ വാക്ക്, പ്രവൃത്തി, വിചാരങ്ങളൊക്കെ നിയന്ത്രിതമായിരിക്കും, അല്ലേ? അള്ളാഹുവിൻ്റെ ദിക്ർ 3 രൂപത്തിലുണ്ട് എന്നാണ്. മനസ്സുകൊണ്ടുണ്ട്, വാചകങ്ങൾ കൊണ്ടുണ്ട്, കർമ്മങ്ങൾ കൊണ്ടുണ്ട്, കൽബ് കൊണ്ടുണ്ട്, ജവാരിഹുകൾ കൊണ്ടുണ്ട്, പിന്നെ നമ്മുടെ
ഖൗല് കൊണ്ടുണ്ട്. മനസ്സുകൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സാ വാചാ കർമ്മണ നമ്മൾ പറയില്ല, 3 തരത്തിലുമുണ്ട്. മനസ്സുകൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അതേപോലെ എപ്പോഴും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെ മനസ്സുകൊണ്ടുള്ള ദിക്റുകളാണ്. എപ്പോഴും ഖൽബിൽ അള്ളാഹു എന്നുള്ള ചിന്ത എങ്ങനെ ഉണ്ടാവുക, ഓരോ ശ്വാസത്തിലും ആ ചിന്ത എങ്ങനെ ഉണ്ടാവുക. മാഷാ അല്ലാഹ്. നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ വാചകങ്ങൾ കൊണ്ടുള്ളത് ഹംദ്, തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ, ഖുർആൻ ഓത്ത്, മറ്റു ദിക്റുകളൊക്കെ പെടും അല്ലേ. അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ദിക്ർ നോമ്പ്, നിസ്കാരം, ദാനധർമ്മങ്ങൾ, മറ്റ് ഇബാദത്തുകളൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ദിക്ർ കൊണ്ട് നടക്കുക. അതൊരു അധ്വാനവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ചെലവുമില്ലാത്ത കാര്യമാണ്. പ്രത്യേക സമയം മാറ്റി വെക്കേണ്ട വിഷയമില്ലാത്ത കാര്യമാണ്. എപ്പോഴും ചെല്ലാം. യാത്രയിലും വെയിറ്റിംഗ് ടൈമിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ചെല്ലാവുന്നതാണ്. ഒരു മുടക്കില്ല, കൂടുതൽ അധ്വാനമല്ല, ഒച്ചടേണ്ടതില്ല അല്ലേ. അപ്പോൾ കൊണ്ടു നടക്കുക ഇൻഷാ അല്ലാഹ്. നമ്മൾ പല ആളുകൾ മൂളിപ്പാട്ട് പാടുന്ന ആളുകളാണ്. ആ മൂളിപ്പാട്ടുകൾക്ക് പകരം നമ്മുടെ നാവുകളിൽ അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവുകൾ എപ്പോഴും നനഞ്ഞിരിക്കട്ടെ. ചെറിയ ദിക്റുകൾക്ക് പോലും അള്ളാഹു തആല വലിയ പ്രതിഫലമാണ് തരുന്നത്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ചെറിയ ചെറിയ ദിക്റുകൾ വലിയ പ്രതിഫലം. മാഷാ അല്ലാഹ്. തഹ്ലീലുകൾക്കും തസ്ബീഹുകൾക്കും തഹ്മീദുകൾക്കും തക്ബീറുകൾക്കും ഒക്കെ വലിയ പ്രതിഫലം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റവും പുറത്തു മാപ്പാക്കി തരണം തമ്പുരാനെ. മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും മുഫസ്സിരീങ്ങൾക്കും ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കും എല്ലാവർക്കും ഖൈറും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. എല്ലാവരും ദർജകൾ ഉയർത്തുന്ന റഹ്മാനെ. ഒരുപാട് കാലം ദീനും ഇൽമിനും ഖുർആനും ഖിദ്മത്തുൽ അവസരം നൽകുന്ന റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.